ഹായ് എവരി വൺ. ഇങ്ക്ബ്ലോഡ് നോട്ട്സിൻ്റെ ഏറ്റവും പുതിയ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BSOC 105 ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകളാണ് കോൺസെപ്റ്റ്സ് ഓഫ് പവർ ആൻഡ് അതോറിറ്റി. അപ്പം ഈ ഒരു 2 ടേമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പവർ ആൻഡ് അതോറിറ്റി. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു 2 കോൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അപ്പം ശ്രദ്ധിക്കുക, ഈ ഒരു കോഴ്സിൻ്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് BSOC 105 ആണ്. ഈ ഒരു കോഴ്സ് നെയിം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു 2 കോൺസെപ്റ്റുകൾ, പവർ ആൻഡ് അതോറിറ്റി എന്ന് പറയുന്ന ഈ 2 ടേംസും പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പം നോക്കാം നമുക്ക് എന്താണ് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്തെന്ന് നോക്കാം. പൊളിറ്റിക്കൽ സോഷ്യോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ദാറ്റ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ്. അപ്പം ശ്രദ്ധിക്കുക, പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇതിൻ്റെ പ്രത്യേകത ദാറ്റ് സ്റ്റഡീസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്സ്. അപ്പം ശ്രദ്ധിക്കുക, പൊളിറ്റിക്കൽ സോഷ്യോളജി ആ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താണ് മീൻ ചെയ്യുന്നതെന്ന്. അപ്പം പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ദാറ്റ് സ്റ്റഡീസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ society and politics. It examines how social structure such as class, caste, gender, religion, then ethnicity, institutions influence political behavior, പവർ, അതോറിറ്റി ആൻഡ് ഗവേണൻസ്. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത് ഇത് എക്സാമിൻ ചെയ്യുന്നു, സ്റ്റഡി നടത്തുന്നു. എന്തിനെയാണ് ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി സ്റ്റഡി നടത്തുന്നത്? സോഷ്യൽ സ്ട്രക്ചറിനെയാണ്. അല്ലെ, നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഘടനയുണ്ട് അല്ലെ. ഈ ഒരു സ്ട്രക്ചർ എന്തൊക്കെ കമ്പൈൻ ചെയ്താണ് ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്? ക്ലാസ് ഉണ്ട്, കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, ജെൻഡർ ഉണ്ട്, റിലീജിയൻ, എത്നിസിറ്റി, ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ. ഇവയെല്ലാം കൂടി ആണ് ഈ ഒരു സൊസൈറ്റി എന്ത് ചെയ്തിട്ടുള്ളത്? സൊസൈറ്റിയിലെ സോഷ്യൽ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പം ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ക്ലാസ് ഉണ്ട്, കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, ജെൻഡർ ഉണ്ട്, റിലീജിയൻ ഉണ്ട്, എത്നിസിറ്റി ഉണ്ട്, ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഏതുപോലെ നമുക്ക് കാണാൻ സാധിക്കും, റിലീജിയൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, മാരേജ് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഗവൺമെൻറ് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇങ്ങനെ ഇതുപോലെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനും റിലീജിയനും ജെൻഡർ, കാസ്റ്റ്, ക്ലാസ് ഇതൊക്കെ കൂടി ചേർന്നതാണ് സോഷ്യൽ സ്ട്രക്ചർ. അപ്പം ഓർത്തിരിക്കുക, പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ്. അതുമാത്രമല്ല, ഈ ഒരു സോഷ്യൽ സ്ട്രക്ചർ അല്ലേ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ദാറ്റ് ഇൻഫ്ലുവൻസസ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ ബിഹേവിയർ, പവർ, അതോറിറ്റി ആൻഡ് ഗവേണൻസ്. അപ്പം ഈ പറയുന്ന സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെ പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ പൊളിറ്റിക്കൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ അതോറിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ ഗവേണൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലേ. ഇതിനെക്കുറിച്ചുള്ളൊരു സ്റ്റഡീസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആണോ? ഇനി നമുക്ക് നോക്കാം ഓരോന്നും എന്തെന്ന് നോക്കാം. പവർ ആൻഡ് അതോറിറ്റി. അപ്പം നമ്മുടെ ഈ ഒരു കീ ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്, പവർ ആൻഡ് അതോറിറ്റി. അപ്പം ഇവിടെ ഈ ഒരു 2 ടോപ്പിക്കുകൾ, പവർ ആൻഡ് അതോറിറ്റി പല ടേം ആൻഡ് എക്സാമിനേഷനുകൾക്ക് ചോദിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഡിസംബർ 2022 ജൂൺ 2023 അതുപോലെ തന്നെ ജൂൺ 2024 ഈ ഒരു ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പവർ, അതുപോലെ തന്നെ അതോറിറ്റി എന്താണെന്ന് നോക്കാം. പവർ ആൻഡ് അതോറിറ്റി ആർ സെൻട്രൽ കോൺസെപ്റ്റ് ഇൻ പൊളിറ്റിക്കൽ സോഷ്യോളജി. അപ്പം ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി നേരത്തെ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ പവർ ആൻഡ് അതോറിറ്റി എന്ന് പറയുന്നത് ആർ ദി സെൻട്രൽ കോൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സോഷ്യോളജി. അപ്പം പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റാണ് ഈ പറയുന്ന പവർ ആൻഡ് അതോറിറ്റി. They help us understand how individuals and institutions influence others, exercise control and maintain social order. അപ്പം ഈ ഒരു 2 കോൺസെപ്റ്റുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്? ഹൗ ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്ലുവൻസ് അതേഴ്സ് അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു 2 കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം
മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇൻഡിവിജ്വലും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു സോഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, ഈ പവർ ആൻഡ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ, അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റൊരു ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ സാധാരണ പവർ എന്ന് പറയുന്നത്, അല്ലേ? കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പോയിന്റ്സുകൾ റെഫർ ചെയ്യുന്ന സമയത്ത് കോൺസെപ്റ്റ് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പം തൽക്കാലം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ രണ്ട് ടേം നമ്മൾ എന്തിന് നമ്മളെ സഹായിക്കുന്നുണ്ട്? ദേ ഹെൽപ്പ് us understand how individual and institution influence or exercise control and maintain social order. These concepts have been defined and interpreted by the classical sociologists such as Karl Marx, Max Weber, whose views continue to shape modern sociological thinking. അപ്പം ഈ രണ്ട് ടേമിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളാണ് ആരൊക്കെ? കാൾ മാക്സ് ആൻഡ് മാക്സ് വെബർ. അപ്പം ശ്രദ്ധിക്കുക, ഈ രണ്ട് കോൺസെപ്റ്റിലും പ്രധാനമായി ഡിഫൈൻ ചെയ്ത് ഇതിനെ ഇൻറ്റർപ്രിറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളാണ് ആരൊക്കെ? കാൾ മാക്സ് ആൻഡ് മാക്സ് വെബർ. നോക്കാം, ബാക്കിയുള്ള 1 by 1 ആയിട്ട് നോക്കാം. പവർ എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം. എവ്രിഡേ ലാംഗ്വേജ് പവർ മീൻസ് സ്ട്രെങ്ത്, ഇൻഫ്ലുവൻസ് ഓർ കൺട്രോൾ, അല്ലേ? ഇപ്പം നമ്മളൊരാൾ പവർഫുള്ളാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് കാണാൻ സാധിക്കും, മീൻസ് സ്ട്രെങ്ത് ആണ്, മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളാണ്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെയോ ഇൻഡിവിജ്വലിനെ, അല്ലേ? അങ്ങനെ ഒരു പവർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ്, ഇൻഫ്ലുവൻസ് ആണ്, കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്, സ്കില്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാധാരണ പവർ എന്ന് പറയുന്നത്, അല്ലേ? ആ പവർ യൂസ് ചെയ്യുന്നത് ദാറ്റ് ക്യാൻ ബി ആൻ ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. ഓക്കെ, ഇൻ സോഷ്യോളജിക്കൽ ടേം ഇറ്റ് ഈസ് ഡിഫൈൻ ആസ് ആൻ എബിലിറ്റി of an individual or a group to realize their will even against opposition. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സോഷ്യോളജിക്കലി ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, മീൻ ചെയ്യുകയാണെങ്കിൽ, ഇതിനെ പവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ആണ്, ഒരു ഇൻഡിവിജ്വലിനുള്ള കഴിവാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്, അല്ലേ? ആ ഒരു ഗ്രൂപ്പിൻ്റെ എങ്ങനെയാണത് പവറായിട്ട് മാറുന്നത്? ഗ്രൂപ്പ് ടു റിയലൈസ് ദെയർ വിൽ ഈവൻ എഗെയിൻസ്റ്റ് ദി ഒപ്പോസിഷൻ. അപ്പം മറ്റൊരു ഗ്രൂപ്പിനെതിരെ, അല്ലെങ്കിൽ അല്ലെ, പവർ ഉപയോഗിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ദർ വിൽ ബി എൻ ഓപ്പോസിഷൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഇൻഡിവിജ്വൽ എക്സസൈസ് ചെയ്യുന്ന പവർ എക്സസൈസ് ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പം ഇവിടെ ഇത്ര മാത്രമാണ് ഓർത്ത് വെക്കുക. ഡിഫൈൻ ആസ് ആൻ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ടു റിയലൈസ് ദെയർ വിൽ, അല്ലേ? ഇപ്പം ഒരു ഗ്രൂപ്പാണ്, ഇൻഡിവിജ്വൽ ആണ്, അവരുടെ വില്ലിനെ, അവരുടെ ഇച്ഛാശക്തി, അവരുടെ താല്പര്യങ്ങളെ അവർ റിയലൈസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് എന്ത് പറയുന്നത്? നമ്മൾ പവർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ആർക്കെതിരെയാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ വില്ലിനെ, നമ്മളെ എബിലിറ്റി എഗെയിൻസ്റ്റ് ദി ഓപ്പോസിഷൻ. അപ്പം ഓപ്പോസിഷനിൽ നമ്മളുടെ വില്ലിനെ നമ്മൾ എന്ത് ചെയ്യാൻ, അടിച്ചേൽപ്പിക്കാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. മറ്റൊന്ന് സോഷ്യോളജിക്കൽ ഡെഫിനിഷൻ നോക്കാം നമുക്ക്. പവർ ഈസ് ദി കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ് ബിഹേവിയർ ഓർ ഇവൻറ്റ്. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളാം, പവർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റിയാണ്, എബിലിറ്റിയാണ്. എന്തിനുള്ള എബിലിറ്റിയാണ്? ടു ഇൻഫ്ലുവൻസ് ദി ബിഹേവിയർ ഓർ ഇവൻറ്റ്, അല്ലേ? ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് പവർ കാണാൻ സാധിക്കും. പൊളിറ്റിക്കൽ പവർ, അല്ലെ? പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് നമ്മൾ കാണാം, ആരാണോ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്, ഭരണത്തിൽ വരുന്നത്, അവരാണ് എന്ത് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ കേരളത്തിൽ കേരള സർക്കാരാണെങ്കിലും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ആരാണോ റൂൾ ചെയ്യുന്നത്, ആരാണോ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത്, ആരാണ് ചീഫ് മിനിസ്റ്റർ, അല്ലേ? അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, മറ്റുള്ള ഇവൻറ്റ്സുകളെയും ബിഹേവിയറിനൊക്കെ എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പം ഒരു ക്ലാസ് റൂം ആണെങ്കിൽ ടീച്ചറായിരിക്കും, അല്ലേ? വീട്ടിലാണെങ്കിൽ ആരാണോ വീടിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് അവരായിരിക്കും, അല്ലേ? അപ്പം പവർ ഈസ് ദി കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ് ദി ബിഹേവിയർ ഓർ ഇവൻറ്റ്സ്. ഇറ്റ് ഇൻവോൾവ്സ് ദ ഡിസിഷൻ മേക്കിംഗ്, എൻഫോഴ്സിംഗ് റൂൾസ് ആൻഡ് ഓഫൺ ഇൻക്ലൂഡ് ദ പൊട്ടൻഷ്യൽ ടു യൂസ് ഫോഴ്സ് ഓർ ഗെയിൻ കംപ്ലയൻസ് ത്രൂ പെർസുവേഷൻ. അപ്പം ശ്രദ്ധിക്കാം, അപ്പം പവർ എങ്ങനെയൊക്കെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ രൂപത്തിലാണ് പലപ്പോഴും നമ്മൾ പവറിനെ റിഫ്ലക്റ്റ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാറുള്ളത്, കാണിക്കാറുള്ളത്, എങ്ങനെയൊക്കെ? ത്രൂ ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെ ആവാം, അല്ലെ? അതുപോലെ തന്നെ എൻഫോഴ്സിങ് റൂൾസുകൾ അടിച്ചേൽപ്പിക്കുന്നതിനാവാം, അല്ലേ? ഇങ്ങനെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിലൂടെ
അതുപോലെ തന്നെ റൂൾസുകൾ അടിച്ചേൽപ്പിക്കുന്നതിലൂടെയൊക്കെയാണ് സാധാരണ നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യാറുള്ളത്, പവർ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുള്ളത് അല്ലേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇറ്റ് ഓഫൺ ഇൻക്ലൂഡ് ദ പൊട്ടൻഷ്യൽ ടു യൂസ് ഫോഴ്സ് അല്ലേ. അതുപോലെ തന്നെ ഫോഴ്സ് ഉപയോഗിക്കാനുള്ള കഴിവിനെയൊക്കെയാണ് അല്ലേ മറ്റുള്ള ആളുകൾ കൂടുതൽ ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലേക്ക് ഫോഴ്സ് ചെയ്ത് നമ്മുടെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഇമ്പോസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, പവർ എന്ന്. ഓക്കെ, നോക്കാം ഇനി കാൾ മാക്സ് വ്യൂ ഓൺ പവർ അല്ലെ. കാൾ മാക്സിൻ്റെ വ്യൂ എന്താണെന്ന് നോക്കാം. മാക്സ് കണക്റ്റഡ് പവർ ക്ലോസ്ലി ടു എക്കണോമിക് ആൻഡ് ക്ലാസ് സ്ട്രക്ചർ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കാൾ മാക്സ് ഈ പറയുന്ന ടേമിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം കാൾ മാക്സ് ഈ ഒരു ടേമിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെ, ക്ലോസ്ലി ടു എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചർ അല്ലേ. അപ്പം കാൾ മാക്സ് ഈ ഒരു ടേമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്കണോമിക്സും അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ രണ്ട് ടേമുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പം ശ്രദ്ധിക്കുക, കാൾ മാക്സ് ഈ ഒരു ടേമിനെ, പവർ എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എക്കണോമിക്സും അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന രണ്ട് ടേമിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ടേമുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പവർ ഈസ് റൂട്ടഡ് ഇൻ ദ കൺട്രോൾ ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇദ്ദേഹം പവർ എന്ന് പറയുന്നത് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, മീൻസ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പം പവർ ഈസ് റൂട്ടഡ് ഇൻ ദ കൺട്രോൾ ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, മിഷനറീസ്, ഫാക്ടറീസ്, ഇതൊക്കെയാണ് ഏതിൽ പെടുന്നത്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന മീൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം പ്രൊഡക്ഷൻ വേണമെങ്കിൽ എന്തൊക്കെ വേണം, ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം അല്ലേ, പിന്നെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം ഇവിടെ നോക്കും നിങ്ങൾ, ദ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ബോർഷ്വാസീസ് ഹോൾഡ് പവർ ഓവർ വർക്കിംഗ് ക്ലാസ് അല്ലേ, ബൈ കൺട്രോളിങ് ദ റിസോഴ്സസ് ലൈക്ക് ലാൻഡ്, ഫാക്ടറീസ്, ക്യാപിറ്റൽ. അപ്പം ഇവിടെ പവർ എന്ന് പറയുന്നത് ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ലാസ് സ്ട്രക്ചറാണ്. ക്ലാസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് രണ്ട് ക്ലാസ്സുകളാണ് വരുന്നത്. ഏതൊക്കെ, ക്യാപിറ്റലിസ്റ്റും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സും. ഇവരിൽ ആരാണ് പവർ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റലിസ്റ്റ് ആണ് പവർ ഉപയോഗിക്കുന്നത്. ആ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സിനെ നമ്മൾ കാൾ മാക്സ് ഉപയോഗിച്ചുള്ള ടെക്നിക്കൽ ടേമാണ് ബോർഷ്വാസീസ് അല്ലേ. അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സിന് ഇദ്ദേഹം കൊടുത്തിട്ടുള്ള പേരാണ് പ്ലോറിറ്റേറിയറ്റ് അല്ലേ. അപ്പം ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം ഈ ഒരു പവറിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ക്ലാസ് സ്ട്രക്ചറാണ്. ക്ലാസ് സ്ട്രക്ചറിൽ രണ്ട് ക്ലാസ്സുകളാണ് വരുന്നത്. ഏതൊക്കെ, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ്സും അല്ലേ. അപ്പം ഈ ഒരു വർക്കിംഗ് ക്ലാസ്സാണ് എന്ത് ചെയ്യപ്പെടുന്നത്, ഈ പിന്നെ പവർ ഇവരുടെ മുകളിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, പവർ ഉപയോഗിക്കുന്നത്. ആരാണ് പവർ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റലിസ്റ്റ് ആണ്, ബോർഷ്വാസീസ് ആണ്. ഓക്കെ, അപ്പം ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് കാൾ മാക്സ് ഈ ഒരു ടേമിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എക്കണോമിക്സിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്, അല്ലെങ്കിൽ ക്ലാസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വരുന്ന ഇദ്ദേഹം പറയുന്നത് ഒരു സൊസൈറ്റിയിൽ എന്തുണ്ടായിരിക്കും, ദേ വിൽ ബി രണ്ട് ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക, ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സും വർക്കിംഗ് ക്ലാസ്സും. ഇതിൽ ആരാണ് പവർ ഉപയോഗിക്കുന്നത്, ക്യാപിറ്റലിസ്റ്റ് ആണ്. ഓക്കെ, ഫൈൻ. മറ്റൊന്ന്, ദിസ് എക്കണോമിക് പവർ കോസ് ഏലിയനേഷൻ. അതുപോലെ തന്നെ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് കൂടി പോകും, നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. ഇനി നോക്കാം നമുക്ക് മാക്സ് വെബേഴ്സ് വ്യൂ ഓൺ പവർ. മാക്സ് വെബറുടെ വ്യൂ എന്താണ് പവറിനെ കുറിച്ച് നോക്കാം. വെബർ പ്രൊവൈഡ് എ ബ്രോഡർ ആൻഡ് മോർ ഫ്ലെക്സിബിൾ ഡെഫിനിഷൻ. പവർ ഈസ് എ ചാൻസ് ഓർ എബിലിറ്റി with a social relationship to carry out one's will even against resistance. ഓക്കെ, അപ്പം ഇവിടെ പവർ എന്ന് പറയുന്നത് ചാൻസ് ആണ്, എബിലിറ്റി ആണ്. അതും എവിടെ, ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിൽ പവർ എന്ന് പറയുന്നത് ഒരു ചാൻസ് ആണ്, എബിലിറ്റി ആണ്. എന്തിന്, ടു ക്യാരി ഔട്ട് വൺസ് വിൽ അല്ലെ. ഇപ്പം നമ്മുടെ ക്ലാസ് റൂമിലാണ്, വീട്ടിലാണെങ്കിൽ ആരാണോ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത്, ചിലപ്പോൾ ഫാദർ ആവാം അല്ലെ. ആ ഫാദർ ആണെങ്കിൽ ആ ഫാദറിന് എന്തുള്ള സ്വന്തം വിൽ, സ്വന്തം ഇച്ഛയെ, സ്വന്തം തീരുമാനങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മെമ്പേഴ്സിൽ എന്ത് ചെയ്യാൻ വേണ്ടി, വില്ലിനെ, നമ്മളെ തീരുമാനങ്ങളെ, നമ്മുടെ ഡിസിഷൻസിനെ ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി, മറ്റുള്ള ആളുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു എബിലിറ്റിയാണ്
ചാൻസിനെയാണ്, സ്കില്ലിനെയാണ് എന്ത് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. അപ്പം പവർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പവർ ഉപയോഗിക്കുന്ന ആളുണ്ടായിരിക്കും, അതുപോലെ തന്നെ പവർ ആരുടെ മേലിലാണോ ഉപയോഗിക്കപ്പെടുന്നത് അവരുണ്ടായിരിക്കും. അല്ലേ? പവർ എക്സിസ്റ്റ് ഇൻ എവറി സ്ഫിയർ ഓഫ് ലൈഫ്, നോട്ട് ജസ്റ്റ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്. അല്ലേ? അപ്പം പവർ എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി വിസിബിൾ ഇൻ എവറി ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. എവിടെ മാത്രമല്ല, പൊളിറ്റിക്സിലോ അല്ലെങ്കിൽ എക്കണോമിക്സിലോ സാമ്പത്തിക ഫീൽഡിലോ മാത്രമല്ല. നോക്ക്, നിങ്ങൾ ബാക്കി നോക്കൂ. ഓക്കെ, യെസ്, നോക്കൂ. ഇറ്റ് അപ്പിയേഴ്സ്, എവിടെയൊക്കെയാണ് നമ്മൾ പവർ സാധാരണ കാണാറുള്ളത്? അക്കോർഡിംഗ് ടു മാക്സ് വെബർ, മാർക്കറ്റ് എക്സ്ചേഞ്ചുകളുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് സ്പീച്ചുകളുണ്ട്, ക്ലാസ് റൂം ഡൈനാമിക്സിലുണ്ട്, ചാരിറ്റി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇവിടെ ഒക്കെ മാർക്കറ്റ് പ്ലേസുകൾ, മാർക്കറ്റ് എക്സ്ചേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ പവർ കാണാൻ സാധിക്കും. പബ്ലിക് സ്പീച്ചുകളിൽ കാണാം. ക്ലാസ് റൂമിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചേഴ്സ് സ്റ്റുഡൻസ് റിലേഷൻഷിപ്പിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഈ ഒരു പവറിനെ കാണാൻ സാധിക്കും. ചാരിറ്റിയിലും സോഷ്യൽ റിലേഷൻഷിപ്പിലും ഒക്കെ തന്നെ നമുക്ക് ഈ പവർ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് പവർ. അല്ലേ? നോക്ക് നിങ്ങൾ, ഫീച്ചേഴ്സ് ഓഫ് പവർ, അല്ലെ, കീ ഫീച്ചേഴ്സ് ഓഫ് വെബേഴ്സ് കോൺസെപ്റ്റ്. അല്ലെ, ഏതൊക്കെയാണ് അക്കോർഡിംഗ് ടു മാക്സ് വെബർ? വാട്ട് ആർ ദി മേജർ ഫീച്ചേഴ്സ് ഓഫ് പവർ? പവർ ഈസ് റിലേഷണൽ. അല്ലേ? അത് നോട്ട് ചെയ്ത് വെച്ചോളാം. ഈ പറയുന്ന പവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് പവർ ഈസ് റിലേഷണൽ. എന്ന് പറഞ്ഞാൽ റിലേഷണൽ ആണ്. റിലേഷൻസ് ഉണ്ടായിരിക്കും. എവിടെയാണോ റിലേഷൻസ് വരുന്നത് അവിടെ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പവർ ഉണ്ടാവുള്ളൂ. അല്ലേ? ഇപ്പം നമുക്ക് കാണാം, ചൈൽഡ് പാരൻറ്റ്, അതുപോലെ തന്നെ ടീച്ചർ സ്റ്റുഡൻറ്റ്. അല്ലേ? ഇങ്ങനെ റിലേഷൻസ് വേണം. അല്ലേ? റിലേഷൻസ് വരും. നമ്മൾ മാരിറ്റൽ റിലേഷൻസിലാണെങ്കിൽ ഹസ്ബൻഡ് വൈഫ്. ഇല്ല, ഇങ്ങനെ ഈ റിലേഷൻസ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? പവർ വരുള്ളൂ. അല്ലേ? പവർ ഈസ് റിലേഷണൽ. ഇറ്റ് ഇൻവോൾവ് അറ്റ്ലീസ്റ്റ് ടു പാർട്ടീസ്, രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കണം. വൺ എക്സേർട്ടിങ് കൺട്രോൾ, ദെൻ അതർ ബീയിങ് ഇൻഫ്ലുവൻസ്. രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും. ഒന്ന് കൺട്രോൾഡ് ആയിരിക്കും, മറ്റൊന്ന് കൺട്രോൾ ചെയ്യാനുള്ള ആളായിരിക്കും. അല്ലേ? പവർ ക്രിയേറ്റ് ഇനീക്വാലിറ്റി. അല്ലെ, പവറിൻ്റെ മറ്റൊരു ഫീച്ചറാണ് യൂഷ്വലി അല്ലെങ്കിൽ സാധാരണ പവർ എവിടേക്ക് നീങ്ങും? ഇനീക്വാലിറ്റിയിലേക്ക് നീങ്ങും. അല്ലെ, നമ്മൾ പറയാറുണ്ട് നേരത്തെ ഹാബ്സ് ആൻഡ് ഹാവ് നോട്ട്, വർക്കിംഗ് ക്ലാസ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ്. അല്ലേ? അപ്പം ആ ഒരു റിലേഷൻസിൽ പലപ്പോഴും ഈ ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യാറുണ്ട്? വർക്കിംഗ് ക്ലാസ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാറുണ്ട്. അല്ലേ? അപ്പം പവർ ക്രിയേറ്റ് ഇനീക്വാലിറ്റി. ദ പവർ ഇമ്പോസ് ദെയർ വിൽ ഓവർ പവർലെസ്. അല്ലേ? അപ്പം പവർഫുൾ ആയിട്ടുള്ളത് ആരാണോ, പവർഫുൾ ക്ലാസ് ആരാണോ, അവരെന്ത് ചെയ്യും? ആരാണോ പവർ ഉപയോഗിക്കുന്നത് അവർ പവർലെസ് ആയിട്ടുള്ള ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ലെജിറ്റിമേറ്റ്, ഇറ്റ് മേ ബി റെസിസ്റ്റഡ്. ഇത് പലപ്പോഴും ലെജിറ്റിമേറ്റ് ആവാറില്ല, നിയമപ്രകാരം ആവാറില്ല. എന്തുപയോഗിക്കുന്നത്? പവർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ലെജിറ്റിമേറ്റ് ആവണം എന്നില്ല. ഇനി നോക്കാം നമുക്ക് എന്താണ് ഇത് കോൺസെപ്റ്റ് ഓഫ് അതോറിറ്റി. അതോറിറ്റി ഈസ് എ ലെജിറ്റിമേറ്റ് ഓർ ആക്സെപ്റ്റഡ് യൂസ് ഓഫ് പവർ ബൈ യൂസിങ് ആൻ ഇൻഡിവിജ്വൽ ഓ ഗ്രൂപ്പ്. അല്ലേ? അപ്പം അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളാം. ഇറ്റ് ഈസ് എ ലെജിറ്റിമേറ്റ് ആൻഡ് ആക്സെപ്റ്റഡ് യൂസ് ഓഫ് പവർ. അല്ലേ? അതോറിറ്റി എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം, ലെജിറ്റിമേറ്റ് മീൻസ് നിയമപ്രകാരം, അല്ലെങ്കിൽ ഓക്കെ, ഇത് സിമ്പിളായിട്ട് പറയുന്ന സമയത്ത് ഇത്രയും ഓർത്ത് വെക്കുക. ഈ പവർ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ്, ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പോ പവർ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് നമ്മൾ എന്ത്? അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ആരൊക്കെ ആവാം? ദാറ്റ് ക്യാൻ ബി ഇൻഡിവിജ്വൽ ആവാം, ഗ്രൂപ്പ് ആവാം. ഇങ്ങനെ ഈ ഒരു ഗ്രൂപ്പ് എന്തുപയോഗിക്കുന്നത്? പവർ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെച്ചോളാം, അതോറിറ്റി ഈസ് എ ലെജിറ്റിമേറ്റ് ഓർ ആക്സെപ്റ്റഡ് യൂസ് ഓഫ് പവർ. അല്ലേ? അപ്പം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു അതോറിറ്റി എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം എന്ത് ഉപയോഗിക്കുന്നതിനെയാണ്? പവർ ഉപയോഗിക്കുന്നതിനെയാണ്. ആരാണ് പവർ ഉപയോഗിക്കുന്നത്? ഇൻഡിവിജ്വൽസോ ഗ്രൂപ്പോ നിയമപ്രകാരം പവർ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതോറിറ്റി. അല്ലേ? അപ്പം ഗവൺമെൻറ് അതോറിറ്റീസ് ഉണ്ടാവാറുണ്ട്. അല്ലേ? അവർ നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? പവർ ഉപയോഗിക്കുന്നത്. അല്ലേ? ഇങ്ങനെ അതോറിറ്റി, അല്ലേ, അതോറിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് പ്രിൻസിപ്പൽ, അല്ലെ, മാനേജ്മെൻറ്റ്,
യൂണിവേഴ്സിറ്റി ഇതൊക്കെ അതോറിറ്റിയാണ് അല്ലേ. അപ്പം അവർ ലെജിറ്റിമേറ്റ് ആണ്, നിയമപ്രകാരമാണ് ഇങ്ങനെ പവർ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ പവർ ബിക്കോസ് ഇറ്റ് ഇൻവോൾവ് ദ കൺസെൻറ്റ് ഓർ റെക്കഗ്നീഷൻ ഫ്രം ദ പീപ്പിൾ ഹൂ ഫോളോ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതെങ്ങനെയാണ് പവർ എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പവർ എന്ന് പറയുന്നത് പലപ്പോഴും അത് ലെജിറ്റിമേറ്റ് ആവണമെന്നില്ല, അവിടെ ഇനീക്വാളിറ്റി ഉണ്ടായിരിക്കും, എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ അതോറിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അതോറിറ്റി ഒരു പവർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് പവർ യൂസ് ചെയ്യുന്നത്, വിത്ത് ദെയർ കൺസെൻറ്റോട് കൂടിയിട്ടാണ്, പെർമിഷനോട് കൂടിയിട്ടാണ് അല്ലേ. ഇപ്പം നമ്മളൊരു അതോറിറ്റി നോക്കാം, നമ്മൾ കോളേജ് അതോറിറ്റി ആവട്ടെ, ഇനിയിപ്പം മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ പഞ്ചായത്തുകളാവട്ടെ, ഇതൊക്കെ ആളുകളുടെ റെക്കഗ്നൈഷനോട് കൂടിയിട്ടാണ്, അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ പവർ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു പവറും അതോറിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണെടാ, ഇറ്റ് ഇൻവോൾവ് കൺസെൻറ്റ് ഓർ റെക്കഗ്നീഷൻ ഫ്രം ദ പീപ്പിൾ ഹൂ ഫോളോ. ആരാണ് അതോറിറ്റിയെ ഫോളോ ചെയ്യുന്നത്, അവരുടെ കൺസെൻറ്റോട് കൂടിയിട്ടാണ് അവർ അതോറിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. എലമെൻറ്റ്സ് ഓഫ് അതോറിറ്റി എന്തൊക്കെയാണ്, എലമെൻറ്റ്സ് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതോറിറ്റിയുടെ. വെബർ ഔട്ട്ലൈൻസ് 5 എസെൻഷ്യൽ കമ്പോണൻസ് ദാറ്റ് മസ്റ്റ് ബി പ്രസൻറ്റ് ഫോർ അതോറിറ്റി ടു ഫങ്ഷൻ. ഒരു അതോറിറ്റി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പോ പവർ യൂസ് ചെയ്യണമെങ്കിൽ അല്ലേ, എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പം ഫസ്റ്റ് കമ്പോണൻ്റ് ആണ്, എലമെൻ്റ് ആണ്, എ റൂളർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റൂളർ ഉണ്ടായിരിക്കണം. ഒരു അതോറിറ്റി വേണമെങ്കിൽ എന്തുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, ഒരു റൂളർ ഉണ്ടായിരിക്കണം, ഭരിക്കുന്ന ആളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റൂളേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ. ഇൻഡിവിജ്വൽ ഹൂ ഇഷ്യൂ കമാൻഡ്സ്, എക്സാമ്പിൾ കിങ്, എലക്റ്റഡ് ലീഡേഴ്സ്, ഒഫീഷ്യൽസ് അല്ലേ. അപ്പോൾ ഒരു അതോറിറ്റി വേണമെങ്കിൽ, പഞ്ചായത്തിലൊരു അതോറിറ്റി വേണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരിക്കണം, അതിന് മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റൂളേഴ്സ് ഉണ്ടായിരിക്കണം. റൂൾഡ് അല്ലേ, റൂൾ ചെയ്യപ്പെടുന്ന അല്ലേ, അതോറിറ്റി കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പം ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് എക്സ്പെക്റ്റഡ് ടു ഒബേ ദെയർ കമാൻഡ്സ് അല്ലേ. അപ്പം ആ ഒരു പഞ്ചായത്താവട്ടെ, ലീഡേഴ്സ് ആവട്ടെ, കിങ്ങിനൊക്കെ ഒബേ ചെയ്യുന്ന റൂൾഡ് ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു അതോറിറ്റിയുടെ കീഴിൽ വരുന്ന കമാൻഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ദ വിൽ ഓഫ് ദി റൂളർ അല്ലേ, ആ ഒരു റൂളർക്ക് എന്തുണ്ടായിരിക്കണം, ഒരു വില്ലുണ്ടായിരിക്കണം, അദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരിക്കണം, ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം, ഉദ്ദേശം ഉണ്ടായിരിക്കണം. അപ്പോൾ റൂൾ ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ഇൻട്രസ്റ്റ് ആണ് മൂന്നാമത്തെ കമ്പണൻറ്റ്, ദ വിൽ ഓഫ് ദി റൂളർ. ദ ഇൻറ്റൻഷൻ ടു ഇൻഫ്ലുവൻസ് ഓർ ഗൈഡ് ദി ബിഹേവിയർ ഓഫ് അതേഴ്സ്. അടുത്തതാണ് നോട്ട് ചെയ്യുക, കൺക്ലൂഷനാണ്. പവർ ആൻഡ് അതോറിറ്റി ആർ ദ വിറ്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ സൊസൈറ്റി ആർ സ്ട്രക്ചേർഡ് ആൻഡ് ഗവേൺ. അപ്പം നമ്മുടെ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് കോൺസെപ്റ്റാണ് പവർ ആൻഡ് അതോറിറ്റി. വൈൽ പവർ റെഫേഴ്സ് ടു ബോർഡർ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദി അതോറിറ്റി റെഫേഴ്സ് ടു പവർ ദാറ്റ് ഈസ് സീൻ ആസ് എ റൈറ്റ്ഫുൾ ആക്സെപ്റ്റൻസ്. അപ്പം ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പവർ എന്ന് പറഞ്ഞാൽ എബിലിറ്റിയാണ്, മറ്റുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള, കൺട്രോൾ ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ എന്ന് പറയുന്നത്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദാറ്റ് ക്യാൻ ബി ഇൻഡിവിജ്വൽ ആവാം, ഗ്രൂപ്പ് ആവാം. ഈ പവർ ഉപയോഗിക്കുന്ന ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിനെയോ ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത്. ബോത്ത് കോൺസെപ്റ്റ്സ് ആർ എസെൻഷ്യൽ ടു പൊളിറ്റിക്കൽ സോഷ്യോളജി ആൻഡ് കണ്ടിന്യൂ ടു ബി ഡിബേറ്റഡ് ആൻഡ് എക്സ്പ്ലോർഡ് ഇൻ കണ്ടംപററി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറി. അപ്പം ഈ കണ്ടംപററി സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിയറീസിലൊക്കെ തന്നെ പ്രധാനമായിട്ട് വരുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് ഈ പറയുന്ന ഏതൊക്കെ, പവർ ആൻഡ് അതോറിറ്റി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.